താലിബാൻ RSS ചേർന്നെന്ന് പറഞ്ഞാൽ ശരിയാവും? താലിബാൻ RSSൽ ചേർന്നതെന്നറിയില്ല, ഇന്ത്യ സർക്കാരിൻ്റെ കൂടെയാണ്. ആണോ? ഇപ്പോൾ സിനു ഇത് ചോദിക്കാനൊരു കാരണം, താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിലുണ്ടല്ലോ. ഇന്ത്യയിൽ സന്ദർശനം എന്ന് പറഞ്ഞാൽ മന്ത്രി വന്നിട്ട് ഇപ്പോൾ അനിത എന്ന് പറയുന്ന കനഡ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ടുണ്ടല്ലേ. അതെ, അവർ വരുന്നു, 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. പക്ഷേ ഈ മുത്തക്കി വന്നിട്ട് 9-ാം തീയതി വന്നാൽ പോണില്ല. 7-8 ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ട് അദ്ദേഹം ദാറുൽ ഉലും ദൈവബന്ദ് എന്ന് പറയുന്ന ഇവരുടെ ഒരു മതസ്ഥാപനമുണ്ട്, ഈ ഉത്തർപ്രദേശിൽ തന്നെയുള്ളതാണ്, UP തന്നെയുള്ള, അവിടെ പോയി. സഹ്റാൻപൂറിലാണ്. സഹ്റാൻപൂറിൽ ശരിക്കും ഈ താലിബാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിദ്യാർത്ഥി എന്നാണ്, മതവിദ്യാർത്ഥിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സർക്കാരാണ് താലിബാൻ സർക്കാർ എന്ന് വേണം പറയാം, മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. പിന്നെ അവരുടെ ഈ നമുക്കിപ്പോൾ താലിബാൻ്റെ ആശയങ്ങളോടൊന്നും നമുക്കറിയാൻ യോജിപ്പില്ല. മാത്രമല്ല അവരെടുക്കുന്ന ലോകരാജ്യങ്ങളിൽ അവരെടുക്കുന്ന സ്ത്രീ വിരുദ്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള നിലപാടുകൾ അവർക്കെതിരാണ്. ഇന്ത്യയും അങ്ങനെയാണ്. പക്ഷേ അവരോട് യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ പുനഃസംഘടന വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. നമ്മൾ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകൾ ഉണ്ടാക്കുന്നു, പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുന്നു, കഴിക്കാൻ ആഹാരം കൊടുക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ വിദേശകാര്യമന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിയാണ് പാകിസ്ഥാനുമായിട്ട്. പാകിസ്ഥാൻ പട്ടാളക്കാർ ഓടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ നമ്മുടെ ഈ ടോക്കിനിടെ കാണിച്ചു. മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇവർ പിടിച്ച് തടവിലാക്കിയിരിക്കുന്ന ചിത്രവും വീഡിയോകളൊക്കെ വന്നിരിക്കുന്നു. അഫ്ഗാൻകാർ നല്ല കീച്ചാണ് പാകിസ്ഥാനിൻ്റെ കീച്ചുന്നത്. എന്നിട്ട് മാത്രമല്ല മുത്തക്കി ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു അടിച്ച് പിരിച്ചു കളയെന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്, ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആണ് എന്ന് പറയുന്ന പോലെ POKയും ഇന്ത്യയുടെ ആണ് എന്ന് മുത്തക്കി അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോഴാണ് മറ്റേ പുള്ളി പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, എന്താണ് മുത്തക്കി ഈ പറയുന്നത്, നമ്മുടെ മുസ്ലിം ഉമ്മത്തില്ലേ, നമ്മൾ മുസ്ലിങ്ങളല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെ കാണേണ്ടതെന്ന് ചോദിച്ചു, നമ്മൾ നാളെ കാണുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ ഇപ്പോഴും വിശദീകരണമില്ലാത്ത തരത്തിൽ വ്യോമാക്രമണം വരെ പാകിസ്ഥാനിലേക്ക് നടത്തി. ഡ്രോണാണോ വിമാനമാണോ എന്താണെന്നറിയുമില്ല, അടി കിട്ടി തല മരച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിൻ്റെ കൂടെയാണ് പാകിസ്ഥാനെയും ഇന്ത്യയിലെ താലിബാൻ അനുഭാവികളായ കുറേ ആളുകളുടെ ഉണ്ട്. മലയാളത്തിലൊരു പത്രമുണ്ടല്ലോ, മറ്റേ ആ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന ഒരു മാധ്യമം, അതിൻ്റെ മീഡിയ വണ്ണൊക്കെ ഉള്ള അവർ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പം എഴുതിയ തലക്കെട്ടെന്നറിയോ, അഫ്ഗാൻ വിസ്മയം എന്നാണ്. താലിബാൻ വിസ്മയം എന്നാണ് പറഞ്ഞത്. ആ വിസ്മയം ഇപ്പോൾ അവരെ വിസ്മയിപ്പിക്കും. ഇവിടെ വന്നിട്ട് മോദിയുടെ കൂടെ ചായ കുടിക്കുന്നു, മോദിയുടെ കൂടെ സഞ്ചരിക്കുന്നു, ജയശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നു, ജയശങ്കറിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു, വന്നിട്ട് പോണില്ല, എനിക്ക് അങ്ങ് ഇക്ഷ പിടിച്ചു എന്നും പറഞ്ഞ് മുത്തക്ക് നിൽക്കുക. ഇന്ത്യയിൽ അങ്ങനെ ഈ ദാറുൽ ഉലും ദൈവബന്ദിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ മുത്തക്ക് ഒരു കടുങ്കൈ ചെയ്തതിൻ്റെ സിനു. മുത്തക്ക് നേരെ ഡൽഹിയിലുള്ള VIF വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയി എന്ന് മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരടക്കമുള്ള ഒരു തിങ്ക് ടാങ്കാണ് VIF വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ. ആരുടെ തിങ്ക് ടാങ്ക് ആണെന്ന് അറിയാമോ? RSSൻ്റെ. RSS നടത്തുന്ന വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ പോയി ഇന്ത്യ സർക്കാരിൻ്റെ അല്ല, ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ RSSൻ്റെ പരിപാടിയിൽ പോയിട്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, അഫ്ഗാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇനി ശക്തിപ്പെടുത്തേണ്ടതിനെക്കുറിച്ച്, ഇന്ത്യയുടെ വലിയ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. മാത്രമല്ല നമ്മൾ ഗാന്ധാരിയെ കേട്ടിട്ടില്ലേ? ഗാന്ധാര ദേശത്തുള്ളതാണ്. ഗാന്ധാരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ അഫ്ഗാൻ്റെ പഴയ പേരാണ് ഗാന്ധാരം. അപ്പോൾ അവിഭക്ത ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ RSS ഒക്കെ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്നതിനകത്ത് അഫ്ഗാനും ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവിടെ വരേണ്ടവരാണ് ഈ അഫ്ഗാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വരച്ച ഡ്യൂറൻ്റ് ലൈൻ കാരണം ഡ്യൂറൻറ്റിൻ്റെ ദുരന്തം എന്ന് വായിക്കാം. ഒരു ദുരന്ത രാഷ്ട്രമായി ഭവിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കാര്യം, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി 2400 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ 2400 കിലോമീറ്റർ അതിർത്തിയിൽ പാകിസ്ഥാനെ ചൊറിയാനും മാന്താനും വേണ്ടി വന്ന കടിക്കാനും കൊല്ലാനും ആർക്ക് കഴിയും? അഫ്ഗാനിസ്ഥാന് കഴിയും. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭീഷണിയായി ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ 2400 കിലോമീറ്ററിൽ നമുക്ക് വേണ്ടി മാന്താൻ ആരുണ്ടാവും? അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവും, താലിബാൻ ഉണ്ടാവും നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല POK പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന കാശ്മീർ, നമ്മുടെ അല്ലാതെ ജലീൽ പറയുന്ന ആസാദ് കാശ്മീരൊന്നുമല്ല, ഇന്ത്യയുടെ കാശ്മീർ. ആ കാശ്മീർ 106 കിലോമീറ്റർ
അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. 106. 106. അപ്പം നമ്മൾ ഇവിടുന്ന് കയറി അഫ്ഗാൻ പിടിക്കാൻ POK പിടിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കൂടെ ചേരും. ഇതാണ് ഇതിൻ്റെ ജിയോഗ്രാഫി, ജിയോ പൊളിറ്റിക്സ്. ഇത് ഒരു വളരെ പാകിസ്ഥാനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ പല വിധത്തിലുള്ള സംഘർഷമാണ്. ജൻസി കലാപം ഇവിടെ നടത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുക ജൻസി കലാപം. വലിയ തോതിൽ വലിയ കലാപമാണ്, വലിയ സംഘർഷം. നമ്മുടെ മാധ്യമങ്ങൾ, എനിക്കറിയില്ല, നേപ്പാളിലെ കലാപം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തു. കാരണം അവിടെ ഒരു ഹിന്ദു രാഷ്ട്രം വന്നിട്ട് ആയതുകൊണ്ട് അവിടെ സർക്കാർ വീണാൽ ഇന്ത്യയിൽ അതുപോലെ വീഴും എന്നൊക്കെ മോഹിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വാർത്ത കൊടുത്ത നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച്, ജനങ്ങളുടെ പ്രതിഷേധം എന്തിൻ്റെ പേരിലും ആവട്ടെ, ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അബ്രഹാം അക്കോർഡിൽ പാകിസ്ഥാനും ചേരാൻ പോകുന്നു, ഇസ്രായേലിനെ അംഗീകരിക്കാൻ പോകുന്നു, അതിനെതിരെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നൊരു കലാപമുണ്ട്. POKയിൽ നടക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ POKയിലെ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അടിച്ചമർത്തലിനെതിരെയുള്ള കലാപമാണ്. പഷ്തൂൺ മേഖലയിൽ നടക്കുന്നത് പഷ്തൂൺ നിവാസികളെ കൊല്ലാക്കല ചെയ്യുന്നതിനെതിരെയുള്ള കലാപമാണ്. ബലൂജിൽ നടക്കുന്നത് ബലൂചിസ്ഥാനിൽ നേരെ പാകിസ്ഥാൻ നടത്തുന്ന അക്രമത്തിനെതിരെയുള്ള കലാപമാണ്, സ്വാതന്ത്ര്യ പോരാട്ടമാണ്. അങ്ങനെ പാകിസ്ഥാനിൽ പല മേഖലയിൽ ഒരിടത്തല്ല പല ഭാഗത്തായിട്ട് വലിയ കലാപം നടക്കുക. ഒന്നിൻ്റെ പോലും വാർത്തയും ചിത്രങ്ങളും നമ്മുടെ പത്രങ്ങളിലില്ല. അപ്പം ഇവർക്ക് പാകിസ്ഥാന് എന്തെങ്കിലും പറ്റിയെന്ന് പറയാൻ തന്നെ എന്തൊരു വിഷമാണെന്നറിയോ നമ്മുടെ മാധ്യമങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും മുത്താക്കി ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മുത്തക്കിക്ക് അറിയാമല്ലോ, മുത്തക്കി ഈ പറയുന്ന ദാറുൽ ഉലും ദയൂബന്തി മുസ്ലിംസ് ഉണ്ട്, അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ സംസ്കാരത്തെ, നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ RSSൻ്റെ ഒരു ബൗദ്ധിക കേന്ദ്രത്തിൽ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ രാഷ്ട്രീയ മനങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ, ആ ഭരണകൂടത്തിന് ശക്തിയായി പിന്നിൽ നിൽക്കുന്ന മഹാപ്രസ്ഥാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയും ചിത്രങ്ങളും നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ വരത്തില്ല. കാരണം ഇവിടെ RSS എന്ന് പറഞ്ഞ വലിയ ഭീകര പ്രസ്ഥാനമാണ്, മുസ്ലിം വിരുദ്ധരാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ കാണണം. നിങ്ങൾ പറയുന്ന ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊക്കെ താലിബാനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സുഡാപ്പികൾക്ക് താലിബാൻ മോഡൽ അഫ്ഗാനിസ്ഥാനിൽ ആടുമയ്ക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ ഇന്ത്യയിൽ അഫ്ഗാൻ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. പക്ഷേ മുത്തക്കി വന്ന് അങ്ങ് പിടിച്ചിട്ടില്ല. അത്ര പണ്ടൊക്കെ താലിബാൻ എന്ന് പറഞ്ഞാൽ തുള്ളി മറിയുന്ന ആൾക്ക് താലിബാനോടൊരു നീരസം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മോദിയുടെ കൂടെ ചായ കുടിക്കാമോ? RSSൻ്റെ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇവിടെ വന്നിട്ട് RSSൻ്റെ പരിപാടിയിൽ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കെട്ടിത്തൂങ്ങി ചാകണ്ടേ? ഇനി താലിബാൻ പണ്ടൊരു വിസ്മയമായിരുന്നു, ഇപ്പോൾ ദുരന്തമാണ് എന്ന് പറയുമായിരിക്കും. ഏതായാലും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് വലിയ തന്ത്രപരമായ നിലപാട്. നമ്മൾ ഈ അജിത് ഡോവൽ എന്നൊക്കെ പറയുമല്ലോ, ഈ ഡോവലിൻ്റെ ബുദ്ധി, ആസൂത്രണം, മികവ്, അത് സത്യത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. താലിബാൻ പോലെ അതിതീവ്ര സ്വഭാവമുള്ള, അല്ലേ, സ്ത്രീകളെ പുറത്തിറങ്ങാൻ പോലും സംഭവിക്കാത്തവരാണ്, അതിതീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളെ നമ്മുടെ വശത്താക്കുക, അവരെ പാകിസ്ഥാനെതിരാക്കുക, പാകിസ്ഥാനുമായിട്ട് അവരെ യുദ്ധത്തിലാക്കുക, പാകിസ്ഥാനികളെ കൊല്ലുക. ഞാനിതിലൊരു ചിത്രം കണ്ടു കേട്ടോ, ഒരു വീഡിയോ. പാകിസ്ഥാൻ്റെ ഒരു മേജർ, അയാളുടെ പേര് ഇയാസ് എന്ന മറ്റാണ്, അയാളിങ്ങനെ ഒരു ശവസംസ്കാര ചടങ്ങിൽ നിന്നിട്ട് പൊട്ടിക്കരയാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്ന ലെഫ്റ്റനൻ്റ് കേണൽ, മറ്റേ പുള്ളി മരിച്ചുപോയി, അഫ്ഗാനിസ്ഥാനിൽ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിന് ഇവർക്ക് പാകിസ്ഥാൻ, അമേരിക്ക കൊടുത്തിട്ടുള്ള, ചൈന കൊടുത്തിട്ടുള്ള ആയുധങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല കീച്ചു കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എവിടുന്നോ കിട്ടുന്നുണ്ട് എവിടുന്നോ. അഫ്ഗാനിസ്ഥാൻ്റെ ഒന്നും ഇല്ലല്ലോ. പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തെ ഓടിക്കാനും, പാകിസ്ഥാൻ പട്ടാളത്തെ കൊല്ലാനും, പാകിസ്ഥാൻ പട്ടാളത്തിനെ കീഴടക്കാനും കഴിയുന്ന ആയുധങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലുണ്ട്. എവിടുന്ന് കിട്ടി? അമേരിക്ക കൊടുക്കത്തില്ല, പാകിസ്ഥാൻ കൊടുക്കത്തില്ല, ബംഗ്ലാദേശ് കൊടുക്കത്തില്ല, തൊട്ടപ്പുറത്തുള്ള നേപ്പാളിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ എവിടുന്ന് കിട്ടി? ആകെയുള്ളൊരു സാധ്യത ഇന്ത്യ ആണല്ലോ. ഇന്ത്യ 20 ആംബുലൻസ് കൊടുത്തായിരുന്നു. അതെ, ആംബുലൻസ് അടച്ചിട്ടൊക്കെ അല്ലേ കൊടുക്കുക, ഡോറൊക്കെ അടച്ച്. അതെന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഈ ആംബുലൻസ് അവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് മാർഗം അടിക്കാൻ പറ്റില്ല. നമ്മുടെ വലിയ ചരക്ക് വിമാനങ്ങൾ, ഗ്ലോബ് സ്റ്റാർ പോലെയുള്ള വിമാനങ്ങൾ വന്നിറങ്ങിയിട്ടാണ് ഈ ആംബുലൻസുകൾ അവിടെ ഇറക്കി കൊടുത്തത്. വിമാനത്തിൽ ആംബുലൻസ് മാത്രമേ പോയിട്ടുള്ളൂ. നമുക്കറിയില്ല.
പണ്ട് അരക്കൻ ആർമിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊടുത്ത അതെ 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 ഷിപ്പ് നിറച്ച് അത് അതിന്റെ തലേദിവസം വരെയുള്ള വീഡിയോയിൽ നമ്മൾ കാണുന്നത് അരക്കൻ ആർമി കീറി പറഞ്ഞ ഉടുപ്പ് ഇട്ട് വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഒരു കപ്പൽ നിറയെ ഉരുളക്കിഴങ്ങ് എന്ന് കഴിഞ്ഞപ്പോൾ അരക്കൻ ആർമി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇടുന്നു, മെഷീൻ ഗൺ കൊണ്ട് നടക്കുന്നു, ഷൂ ഇടുന്നു, യൂണിഫോം വലിയ കിടിലൻ സെറ്റപ്പിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ എന്തായാലും അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മൾ എഴുതുന്ന അപ്പോൾ 70 വയസ്സിന് മുകളിലുണ്ട് അജിത് ഡോവൽ, കൃത്യപ്രായം എനിക്ക് ഓർമ്മയില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ക്ഷീണിക്കാത്ത ഒരു ബുദ്ധിയുടെ ഭാവമായി ആസൂത്രണം, ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെ കയ്യിലെടുത്ത് അമ്മാനമാടാമെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ട് അസാധ്യമെന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡോവൽ സാധ്യമാകുന്നു. ശരിക്കും ഇന്ത്യയുടെ ഒരു കാവൽ മാലാഖ. നമ്മൾ വഴിയിലൊക്കെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കേണ്ടു. ഞാനിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് FIR എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ക്ലിഫോസിലാണ്, ഏതൊരു മന്ത്രിമന്ദിരത്തിലാണ്, ഓർക്കുന്നില്ല. അവിടെ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഞാനും കൂടെ ഒരു കാറിൽ നമ്മൾ കോട്ടയം ജില്ലയിലെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി വരികയാണ്. ഒരു കോൺഗ്രസ് കാറാണ്, അന്ന് കോൺഗ്രസ് ഉള്ള സമയമാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, അദ്ദേഹത്തിനൊന്നും മയങ്ങണം എന്നുള്ളതുകൊണ്ട് പുള്ളി ബാക്ക് സീറ്റ് ഇരിക്കുകയാണ്. ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് പുള്ളി ഡ്രൈവർക്കറിയാം വണ്ടി ഒരിടത്ത് നിർത്തി ഗ്ലാസ് താഴ്ത്തിയപ്പോഴത്തേക്ക് അടുത്ത നാളെ കൈകാട്ടി വിളിച്ചു. അയാൾക്ക് കാണാൻ വയ്യ. വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 രൂപ നോട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ അയാൾ കുനിഞ്ഞു നോക്കുമ്പോൾ അകത്ത് സുരേഷ് ഗോപി. ഇയാളുടെ മുഖം അങ്ങോട്ട് വല്ലാണ്ട് വികസിച്ചു. അവിടെ പുള്ളി അവിടെ കാണിക്കട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അതൊരു മുസ്ലിം പള്ളിയാണ്. അപ്പം ഞാനിങ്ങനെ സുരേഷ് ഗോപി, അന്ന് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആ പുള്ളി എന്നോട് ഞാൻ എവിടെ പോകുന്നതിന് മുമ്പും ഇത് കടുവാപ്പള്ളിയാണ്, ഇവിടെ കാണിക്കയിട്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ സഞ്ചാരപാതയിൽ നമ്മളെ കാത്തു നിൽക്കുന്ന ചില മാലാഖമാർ, ചില രക്ഷകരൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ പാലക്കാടാണെങ്കിൽ കുതിരാൻ മലയിൽ ചുരത്തിൽ ഇപ്പോൾ തുരങ്കം വരുന്നതിന് മുമ്പ് പഴയ കുതിരാൻ്റെ അവിടെ കാണിക്കിട്ടിട്ട് പോകുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന, നമ്മളെ കാത്തുരക്ഷിക്കുന്ന, ഭാരതത്തിൻ്റെ ഇന്നുള്ള യാത്രയിൽ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഒരു കാവൽ മാലാഖയെ പോലെ നിൽക്കുകയാണ് അജിത് ഡോവൽ എന്ത് ചിന്തിക്കുന്നു, ഡോവൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഡോവൽ ഓരോ നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് താലിബാനെ പോലെയുള്ളൊരു രാജ്യം, താലിബാൻ്റെ ആശയഗതിക്ക് നേരെ ഘടകവിരുദ്ധമായ ആശയ സംഹിതയുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യവുമായി ഏറ്റവും അടുത്ത സൗഹൃദം. ഇതിപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കയ്യിൽ ഇസ്രായേലും ഒരു കയ്യിൽ അഫ്ഗാനിസ്ഥാനുമാണെന്ന് പറയാം. ഇവർ രണ്ടുപേരും തമ്മിൽ ചേർത്തില്ല അല്ലേ? അതെ. പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നു. നമ്മുടെ ശത്രുക്കളെ തലങ്ങും വിലങ്ങും നമ്മുടെ ഈ സുഹൃത്ത് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു. അപ്പോൾ വല്ലാത്ത വിസ്മയമാണ്. അപ്പോൾ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞാൽ താലിബാനെ വിസ്മയം എന്ന് വിളിക്കേണ്ടത് അജിത് ഡോവൽ. അതാണ് ഇന്ത്യ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.